പഹൽഗാം ഭീകരാക്രമണത്തിൽ അന്വേഷണം പ്രാദേശിക നേതാക്കളിലേക്ക്. തീവ്രവാദികൾ എത്തിയത് പ്രാദേശിക പിന്തുണയോടെ. 3 ഇടങ്ങളിൽ കൂടി ആക്രമണത്തിന് തീവ്രവാദികൾ ലക്ഷ്യമിട്ടു. കശ്മീരിലെ വിഘടനവാദി സംഘടന നേതാക്കളുടെ വീടുകളിൽ NIA റെയ്ഡ്. ഭീകരാക്രമണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജി സുപ്രീം കോടതി തള്ളി. ഇന്ത്യ തിരിച്ചടിക്കൊരുങ്ങവേ ലഷ്കർ തലവൻ ഹാഫിസ് സയ്യിദിന്റെ സുരക്ഷ കൂട്ടി പാകിസ്ഥാൻ. ചാരസംഘടനയായ ISIയുടെ മേധാവിയെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാക്കി. പഹൽഗാം ആക്രമണത്തെ അപലപിച്ച് അന്വേഷണത്തോട് സഹകരിക്കാൻ പാകിസ്ഥാനോട് അമേരിക്ക. കേരളത്തിന്റെ സ്വപ്ന പദ്ധതി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നാളെ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിക്കും. മോദി ഇന്ന് രാത്രി തിരുവനന്തപുരത്തെത്തും. ഉദ്ഘാടന തലേന്നും പദ്ധതിയുടെ ക്രെഡിറ്റിനെ ചൊല്ലി തർക്കം. ഉമ്മൻചാണ്ടിക്ക് നന്ദി പറഞ്ഞുള്ള പോസ്റ്ററുകൾ പതിപ്പിച്ച് കോൺഗ്രസ്. അവകാശവാദവുമായി CPM. പുലിപ്പല്ല് കേസിൽ വനം വകുപ്പിന് തിരിച്ചടി. റാപ്പർ വേടനെതിരെ കുറ്റകൃത്യം തെളിയിക്കാനായിട്ടില്ലെന്ന് കോടതി. മാലയിൽ പുലിപ്പല്ലാണെന്ന് തെളിഞ്ഞിട്ടില്ല. കേസെടുത്തതിൽ വനം വകുപ്പിന് തെറ്റുപറ്റിയെന്ന് MV ഗോവിന്ദൻ. ഫെഫ്ക യോഗത്തിൽ ബഹളം. സംഘർഷത്തിൽ കലാശിച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റുമാരുടെ യോഗം. ആശമാരുടെ സമരം അടുത്ത ഘട്ടത്തിലേക്ക്. നിരാഹാര സമരം അവസാനിപ്പിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ രാപ്പകൽ സമരയാത്ര. ആശമാർക്കായി സംസാരിക്കുന്നതിന് വിലക്കെന്ന് കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായ്. ജെറുസലേമിൽ വൻ കാട്ടുതീ. ആയിരക്കണക്കിന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. 3000 ഏക്കർ കത്തി നശിച്ചു. തീയണയ്ക്കാൻ അന്താരാഷ്ട്ര സഹായം തേടി ഇസ്രായേൽ.